ദൈവജനമേ, മരിച്ച് സംസ്കരിക്കപ്പെട്ട കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റതിനു ശേഷം 40 ദിവസം ശിഷ്യന്മാരോടൊപ്പം കഴിയുമ്പോഴും അവിടെ മറിയമുണ്ടായിരുന്നു. ഏവരും നോക്കി നിൽക്കെ കർത്താവായ യേശു സ്വർഗാരോഹണം ചെയ്യുമ്പോഴും 10-ാം നാൾ സെഹിയോൻ ഊട്ടുശാലയിൽ പ്രാർത്ഥിച്ചിരുന്ന ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന അവസരത്തിലും മറിയത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പിന്നീട് തൻ്റെ പുത്രന് അമ്മയായിത്തീർന്ന നന്മ നിറഞ്ഞവളെ ദൈവം സ്വർഗത്തിലേക്ക് ഉയർത്തി. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി അവരോധിച്ചു. തുടർന്ന് സഹരക്ഷകയായി മധ്യസ്ഥയായി ദൈവം മറിയത്തെ സഭയ്ക്ക്, തിരുസഭയ്ക്ക്, കത്തോലിക്ക സഭയ്ക്ക് നൽകി. വിശ്വാസത്തിന്, ശരണത്തിന്, സ്നേഹത്തിന് മറിയം മാതൃകയാണ്. സഭയ്ക്ക് മാത്രമല്ല, ലോകം മുഴുവനും. മറിയത്തിൻ്റെ ജീവനും വിശ്വാസം നിറഞ്ഞതായിരുന്നു. മറിയത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ വരിക അബ്രഹാത്തിൻ്റെ വിശ്വാസമാണ്. അബ്രഹാത്തിനെ അജ്ഞാതമായ ദേശത്തേക്ക് ഒരു ദൗത്യവുമായി പിതാവായ ദൈവം നിയോഗിച്ചു. ദൈവം പറഞ്ഞു, അബ്രഹാം പരിപൂർണമായി അനുസരിച്ചു. ഇസഹാക്കിനെ ബലിയർപ്പിക്കാനുള്ള കൽപ്പന വരെ. ദൈവം പറഞ്ഞാൽ അബ്രഹാത്തിന് സംശയത്തിൻ്റെ പ്രശ്നമില്ല, ഉടനെ അനുസരിക്കുക തന്നെ. അതുപോലെ ഗബ്രിയേൽ മാലാഖയിലൂടെ ദൈവം അരുളി ചെയ്തത് അതുപോലെ മറിയം അനുസരിച്ചു. ഇതാ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഹിതം പോലെ എന്നിൽ ഭവിക്കട്ടെ. പുത്രൻ്റെ മരണത്തെ തുടർന്ന് സൂര്യൻ ഇരുണ്ടപ്പോൾ പാറകൾ പൊട്ടിപ്പിളരുകയും ദേവാലയത്തിലെ തിരശ്ശീല നെടുകെ കീറിപ്പോവുകയും ചെയ്തപ്പോൾ ഏവരും സംഭ്രമിച്ചു. മറിയം സംഭ്രമിച്ചില്ല. ദൃഢമായി വിശ്വസിച്ചു, ഇവൻ ദൈവപുത്രനാണ്, ഇവൻ ലോകരക്ഷകനാണ്. സഹോദരങ്ങളെ, നമുക്കും നമ്മുടെ കർത്താവിൽ വിശ്വസിക്കാം. നമ്മുടെ രക്ഷയ്ക്കായി പിതാവായ ദൈവം തന്ന സംവിധാനങ്ങളെ നമുക്ക് ബഹുമാനിക്കാം. അനുസരണയുള്ളവരായി നമ്മുടെ ഹൃദയങ്ങളെ പുനർപരിശോധിച്ച് കർത്താവ് തന്ന മാർഗത്തിലൂടെ, വിശുദ്ധമായ പാതയിലൂടെ നമുക്ക് ചരിക്കാം. ആത്മാവിൻ്റെ പാത കർത്താവിലേക്ക് മാത്രമാണ് വളരുക. തിന്മയുടെ പാത നേരെ തിരിച്ചും നമുക്ക് സ്വർഗീയ പാതയിൽ യാത്ര തുടരാം. നമുക്ക് ദൈവം തന്നിരിക്കുന്നവരെയും ചേർത്ത് പിടിക്കാം. കർത്താവ് നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.